ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു കൺട്രിയുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ന്യൂസൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസിയുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം, 74 സംതിങ് ആണ് ഇന്ത്യൻ കറൻസിയുടെ വില എന്ന് പറയുന്നത്. അതായത് ഒരു ഡോളർ നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഇന്ത്യൻ കറൻസി കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഇന്ത്യൻ കറൻസി ആവശ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് കറൻസി ഇൻ വിച്ച് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബൈയിങ് അനദർ കറൻസി, അല്ലേ? അതായത് ഒരു കറൻസി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്ര റേറ്റാണ് വരുന്നത് എന്നുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്തരത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റൊക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതിനകത്ത്, അല്ലേ? അതായത് ഇന്ന് കാണുന്ന ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കുന്നതിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറേയധികം ചരിത്രമുണ്ട്. അപ്പോൾ ആ ഒരു ചരിത്ര കാലഘട്ടം, അല്ലെങ്കിൽ ഈ ഇന്ന് കാണുന്ന ഈ എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് എപ്പോഴാണ്, എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് റേറ്റ് റെജിംസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദീസ് എക്സ്ചേഞ്ച് റേറ്റ് റെജിംസ്. ബിറ്റ്വീൻ 1817 ആൻഡ് 1940, നമുക്കറിയാം ഈ 1870 1914 ഈ ഒരു കാലഘട്ടം, അല്ലേ? അതായത് വേൾഡ് വാർ ഫസ്റ്റിന് മുൻപുള്ള കാലഘട്ടമാണ്. There was a global fixed exchange rate. Currencies were linked to gold, meaning that the value of a local currency was fixed at a set exchange rate to gold ounces. അതായത് ഈ 1870 1914 ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഗ്ലോബൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഫിക്സഡ്, അല്ലേ? ഈ കറൻസീസ്, എല്ലാ രാഷ്ട്രങ്ങളുടെയും കറൻസീസ് എന്തുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ഗോൾഡ്, അല്ലേ? അതായത് ഓരോ രാഷ്ട്രങ്ങളുടെയും ഗോൾഡ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന സ്വർണത്തിൻ്റെ അളവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കറൻസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മീനിങ് ദാറ്റ് ദ വാല്യൂ ഓഫ് ലോക്കൽ കറൻസി വാസ് ഫിക്സഡ് അറ്റ് എ സെറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് 2 ഗോൾഡ് ഔൺസസ്. അതായത് ലോക്കൽ കറൻസിയുടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത്? അവിടെയുള്ള ഗോൾഡ് പ്രൈസസിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഗോൾഡ്, അല്ലെങ്കിൽ ഒരു ഔൺസ് ഗോൾഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കറൻസി എത്ര കറൻസി നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് റേറ്റിൽ അവിടെ എന്താണെങ്കിൽ ഗോൾഡിൻ്റെ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് വാസ് നോൺ ആസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്, അല്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗോൾഡ് സ്റ്റാൻഡേർഡിലായിരുന്നു എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഔൺസ് ഗോൾഡിന് എത്ര കറൻസി, അല്ലെങ്കിൽ എത്ര രൂപ ആവശ്യമായിട്ട് വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത്. This allowed for unrestricted capital mobility as well as global stability currencies and trade. ഇത്തരത്തിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുക വഴി അതിന് കുറേയധികം ഗുണങ്ങളുണ്ടായി. എന്താ? ഫോർ അൺറെസ്ട്രിക്റ്റഡ് ക്യാപിറ്റൽ മൊബിലിറ്റി, അല്ലേ? ക്യാപിറ്റൽ മൊബിലിറ്റി, അൺറെസ്ട്രിക്റ്റഡ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉണ്ടാവുന്നതിന് കാരണമായി. ആസ് വെൽ ആസ് ഗ്ലോബൽ സ്റ്റെബിലിറ്റീസ് ഇൻ കറൻസി ആൻഡ് ട്രേഡ്, അല്ലേ? അതുപോലെ തന്നെ ഈ ലോകോത്തര തലത്തിൽ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ കറൻസീസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നിലനിന്നിരുന്നു. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിലും സ്റ്റെബിലിറ്റി നിലനിന്നിരുന്നു. ഹൗവർ, വിത്ത് ദ സ്റ്റാർട്ട് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്, ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് വാസ് അബൻഡൻഡ്. അതായത് ഈ ഒരു വേൾഡ് വാറിൻ്റെ തുടക്കത്തോടു കൂടിയിട്ട് എന്താണ്, ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇല്ലാതെയായി. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്, അതായത് 2 ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം എല്ലാ രാഷ്ട്രങ്ങളും സാമ്പത്തികമായിട്ട് എന്താണ്, സെൽഫ് റിലയൻസ് ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ദ കോൺഫറൻസ് അറ്റ് ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് നടത്തുകയും ആൻഡ് എഫേർട്ട് ടു ജനറേറ്റ് ഗ്ലോബൽ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഇൻക്രീസ് ഗ്ലോബൽ ട്രേഡ്.
established the basic rules and regulations governing international exchange. അപ്പോൾ ഈ ഒരു ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻ്റർനാഷണൽ മാർക്കറ്റിലകത്ത് ഈ കറൻസിയുടെയൊക്കെ എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിനുള്ള പോളിസീസൊക്കെ ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലേ. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ ബേസിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവേണിംഗ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് നടത്തുന്നതിൽ ഈ ബേസിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ഒരു ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നു. Then, as such, an international monetary system embodied in the IMF was established to promote foreign trade and maintain the monetary stability of countries and therefore that of the global economy. അപ്പോൾ ഈ ഒരു ബ്രെട്ടൺ വുഡ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്താണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് രൂപീകരിക്കുകയും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? ടു പ്രൊമോട്ട് ഫോറിൻ ട്രേഡ് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ മോണിറ്ററി സ്റ്റെബിലിറ്റി. അതായത് ഫോറിൻ ട്രേഡ് അന്താരാഷ്ട്ര വിപണിയിൽ പ്രൊമോഷൻ കൊണ്ടുവരികയും അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ത്വരിതപ്പെടുത്തുകയും അതുപോലെ തന്നെ മോണിറ്ററി സ്റ്റെബിലിറ്റി ഈ രാഷ്ട്രങ്ങളുടെ കറൻസിയിലെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇല്ലാതെയാക്കിയിട്ട് സ്റ്റെബിളായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസൊക്കെ ഫോം ചെയ്യുകയായിരുന്നു. ദാറ്റ് ഈസ് ദ ഗ്ലോബൽ ഇക്കണോമി. ഇറ്റ് വാസ് agreed that currencies would once again be fixed or pegged, but this time to US the dollar, which in turn was pegged to gold at US dollar 35 per ounce. It was agreed that currencies would once again be fixed. അല്ലേ? അപ്പോൾ ഈ ഒരു ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് എന്താണ് കറൻസീസ് വീണ്ടും എന്താണ് ഫിക്സഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മറയുന്ന എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ഫിക്സഡ് ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. But this time the US dollar, which turn was pegged to gold at US dollar 35 per ounce. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ US ഡോളറിൻ്റെ വില എത്രയായിരുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എത്രയായിരുന്നു? 35 ആയിരുന്നു അല്ലേ. ഒരു ഔൺസ് ഗോൾഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 35 US ഡോളർ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. What this meant was that the value of a currency was directly linked with the value of US dollar. So, if you needed to buy German mark, the value of mark would be expressed in US dollars, whose value in turn was determined in the value of gold. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു കറൻസിയുടെ വാല്യൂ ഇത്തരത്തിൽ ഫിക്സഡ് ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ആവിഷ്കരിക്കുകയും അപ്പോൾ തന്നെ എന്താണ് ഈ US ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ US ഡോളറിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള കറൻസികൾ അളക്കുന്ന ഒരു അവസ്ഥയും നിലവിൽ വന്നു. ഓക്കെ, ദ വാല്യൂ ഓഫ് ദ മാർക്ക് വുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ജർമ്മൻ മാർക്ക് എന്ന് പറയുന്ന ജർമ്മൻ കറൻസിയാണ്. ദിസ് വുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ US ഡോളേഴ്സ് അല്ലേ. ഈ ജർമ്മൻ മാർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്? US ഡോളേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ. ആൻഡ് ഹൂസ് വാല്യൂ ഇൻ ടേൺ വാസ് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഗോൾഡ്. ഈ US ഡോളറിൻ്റെ വാല്യൂ ഈ ഗോൾഡിൻ്റെ അടിസ്ഥാനത്തിലും നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി. Then if a country needed to readjust the value of its currency, it could approach the IMF to adjust the pegged value of its currency. ഇപ്പോൾ ഒരു കൺട്രിക്ക് അവരുടെ കറൻസിയിൽ റീഅഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിവാലുവേഷനോ റീവാലുവേഷൻ പോലുള്ള സംഗതികളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് അപ്രോച്ച് ദ IMF അല്ലേ. അവർക്ക് ആരെ സമീപിക്കേണ്ടതായിട്ട് വന്നു? IMFനെ സമീപിക്കേണ്ടതായിട്ട് വന്നു ടു അഡ്ജസ്റ്റ് ദ പെഗ്ഡ് വാല്യൂ ഓഫ് ഇറ്റ്സ് കറൻസി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഫിക്സഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഈ കറൻസിയുടെ വാല്യൂ ഫിക്സഡ് ആയിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അത് അതിന് IMFുമായിട്ട് അല്ലെങ്കിൽ IMFുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിലവിൽ വന്നു. ദ പെഗ് വാസ് മെയിൻറ്റെയിൻഡ് അൺടിൽ 1971. ഈ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഏത് കാലഘട്ടം വരെയാണ് നിലനിന്നത്? 1971, 1971 വരെ അത് നിലവിൽ നിന്നു. Then when the US dollar could no longer hold the value of the pegged rate US dollar 35 per ounce of gold, പിന്നീട് എന്താ സംഭവിച്ചത്? US ഡോളറിന് 1971 കാലഘട്ടങ്ങളിൽ US ഡോളറിൻ്റെ വാല്യൂവിൽ കുറവ് അല്ലെങ്കിൽ വാല്യൂ ആ ഒരു ഫിക്സഡ് റേറ്റിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ വന്നു. നമ്മൾ പറഞ്ഞു നേരത്തെ US ഡോളർ 35 എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് നിലനിർത്തി അല്ലേ. ഈ ഒരു 35-ൽ നിന്ന് ചാഞ്ചാട്ടം അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. From then on, major governments adopted a floating system, and all attempts to move back to a global peg were eventually abandoned in 1985.
അപ്പോൾ ഇത്തരത്തിൽ US ഡോളറിൻ്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ US ഡോളറിൻ്റെ വാല്യൂവിൽ കുറവൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ എന്താണ് കുറേയധികം ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ കുറേയധികം കൺട്രീസ് എന്തിന് തയ്യാറായി, ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിലേക്ക് മാറാനായിട്ട് തയ്യാറായി. ആൻഡ് ഓൾ അറ്റംപ്റ്റ്സ് ടു മൂവ് ബാക്ക് ടു ദ ഗ്ലോബൽ പെഗ് വെർ ഇവൻച്വലി അബൻഡൻഡ് ഇൻ 1985. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം കൺട്രീസ് പെഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുകയും അതേപോലെ തന്നെ എന്താണ് ഈ ഒരു 1985 കൂടിയിട്ട് ഈ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതായത് മാറ്റം സംഭവിക്കുകയും ചെയ്തു. Since then, no major economies have gone back to a peg and the use of gold as a peg has been completely abandoned. അല്ലേ? അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിച്ചത്? അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നോ മേജർ എക്കണോമീസ് ഹാവ് ഗോൺ ബാക്ക് ടു എ പെഗ്. പെഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറാനായിട്ട് പിന്നീട് തയ്യാറായിട്ടില്ല. ആൻഡ് ദ യൂസ് ഓഫ് ഗോൾഡ് ആസ് എ പെഗ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി അബൻഡൻഡ്. അപ്പോൾ ഇത്തരത്തിൽ ഗോൾഡ് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് ഗോൾഡ് നിർണ്ണയിക്കുന്നതിൽ എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചു 1985 കൂടി. Countries with pegs are often associated with having unsophisticated capital markets and weak regulating institutions. അല്ലേ? അതായത് ഈ പെഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രങ്ങൾക്ക് എന്താണ് അൺസൊഫിസ്റ്റിക്കേറ്റഡ് ക്യാപിറ്റൽ മാർക്കറ്റുകളിലൊക്കെ കുറേയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുകയും അതുപോലെ തന്നെ വീക്ക് റെഗുലേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എന്താണ് കുറേയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേരിടുന്നതായിട്ട് കണ്ടു. അതായത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമായിട്ട് നിലനിർത്തുന്ന കാലഘട്ടത്തിൽ ഡോളറിൻ്റെ വിലയിൽ വല്ലാത്ത ഇടിവ് സംഭവിച്ചത് എല്ലാ രാഷ്ട്രങ്ങളിലും എന്താണ് പ്രതിഫലിച്ചു തുടങ്ങി. ഓക്കെ, ദ പെഗ് ഈസ് ദർ to help create stability in such an environment. It takes a stronger system as well as mature market to maintain a float. അപ്പോൾ ഈ ഒരു പെഗ് സിസ്റ്റം അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് കുറേയധികം ബുദ്ധിമുട്ട്, ഒരു സ്റ്റെബിലിറ്റി നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ദെൻ ഇറ്റ് ടേക്സ് എ സ്ട്രോങ്ങർ സിസ്റ്റം ആസ് വെൽ ആസ് മെച്യൂർ മാർക്കറ്റ് ടു മെയിൻറ്റെയിൻ ഫ്ലോട്ട്. അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് ഈ ഒരു വിപണിയെ നിലനിർത്തുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഈ ലോകരാഷ്ട്രങ്ങൾ പോവുകയുണ്ടായി. വെൻ എ കൺട്രി ഈസ് ഫോഴ്സ്ഡ് ടു ഡിവാല്യൂ ഇറ്റ്സ് കറൻസി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് വാട്ട് ഈസ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഒഫീഷ്യൽ റിഡക്ഷൻ ഓഫ് ദ വാല്യൂ ഓഫ് കറൻസി, ദാറ്റ് ഈസ് കാൾഡ് ഡിവാലുവേഷൻ. അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് ഒരു കറൻസിയുടെ വാല്യൂവിൽ കുറവ് വരുത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് കറൻസി ഇറ്റ് ഈസ് ഓൾസോ റിക്വയർഡ് ടു പ്രൊസീഡ് വിത്ത് സം ഫോം ഓഫ് എക്കണോമിക് റിഫോം like implementing greater transparency in an effort to strengthen its financial institutions. അപ്പോൾ ഇത്തരത്തിൽ ഒരു കറൻസി അല്ലെങ്കിൽ ഒരു കൺട്രിക്ക് അവരുടെ കറൻസിയിൽ ഡിവാലുവേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്താണ് കുറേയധികം ബുദ്ധിമുട്ടുകൾ. ഇറ്റ് ഈസ് ഓൾസോ റിക്വയർഡ് ടു പ്രൊസീഡ് വിത്ത് സം ഫോം ഓഫ് എക്കണോമിക് റിഫോം like implementing greater transparency in an effort to strengthen to financial institutions. അല്ലേ? അപ്പോൾ ഈ ഒരു കുറേയധികം പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ കറൻസിയുടെ ഡിവാലുവേഷനൊന്നും നടത്താൻ പറ്റാത്തൊരവസ്ഥയൊക്കെ നിലനിന്നിരുന്നു. And some governments may choose to have floating or clouding peg, whereby the government reassesses the value of the peg periodically and then changes the peg rate accordingly. അല്ലേ? അതായത് പിന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇത്തരത്തിലുള്ള ഈ കറൻസിയുടെ വാല്യൂവിൽ ഉണ്ടായിട്ടുള്ള കുറവ് കുറേയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് എല്ലാ ഗവൺമെൻറ്റുകളും കുറേയധികം ഗവൺമെൻറ്റുകൾ എന്താണ് ഈ ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യാനായിട്ട് തയ്യാറായി. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ എക്സ്ചേഞ്ച് റേറ്റിൽ ഡിമാൻഡും സപ്ലൈക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്ന ആ ഒരു എക്സ്ചേഞ്ച് റേറ്റാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുകയും അതേപോലെ തന്നെ ഗവൺമെൻറ് വീണ്ടും അതിൽ അസസ്മെൻറ്റ്സുകളൊക്കെ നടത്തി അല്ലേ, എക്കണോമിയിൽ വരുന്ന മാറ്റങ്ങളും ഈ ഒരു എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ പീരിയോഡിക്കലായിട്ട് എന്താണ് എക്സ്ചേഞ്ച് അസസ് ചെയ്യാനായിട്ട് തുടങ്ങി. യൂഷ്വലി ദിസ് കോസസ് ഡിവാലുവേഷൻ ബട്ട് ഇറ്റ് ഈസ് കൺട്രോൾഡ് ടു അവോയ്ഡ് മാർക്കറ്റ് പാനിക്. അല്ലേ? അതായത് ഈ ഇത്തരത്തിൽ ഉണ്ടായത് ഫ്ലോട്ടിങ്ങിലേക്ക് മാറിയത് കൊണ്ട് തന്നെ കറൻസിയുടെ വാല്യൂവിലൊക്കെ എന്താണ് കുറവ് സംഭവിക്കാൻ തുടങ്ങി. ബട്ട് ഇറ്റ് ഈസ് കൺട്രോൾഡ് ടു അവോയ്ഡ് മാർക്കറ്റ് പാനിക്. ദിസ് മെത്തേഡ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ട്രാൻസിഷൻ ഫ്രം എ പെഗ് ടു എ ഫ്ലോട്ടിംഗ് റെജിം. അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഈ ഒരു മാർക്കറ്റ് പാനിക് ഉണ്ടാവുന്നത് ഈ ഒഴിവാക്കിക്കൊണ്ട് ഈ ഡിവാലുവേഷൻ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ദിസ് മെത്തേഡ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ദ ട്രാൻസിഷൻ ഫ്രം എ പെഗ് ടു ഫ്ലോട്ടിംഗ് റെജിം. ഇതാണ് ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആ ഒരു പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നതിന് കാരണമായത്.
and it allows the government to save face by not being forced to devalue in uncontrollable crisis. ഡിവാല്യൂ ഇൻ ആൻ അൺകൺട്രോളബിൾ ക്രൈസിസ്. അപ്പോൾ അത്തരത്തിലുണ്ടാവുന്ന അൺകൺട്രോളബിൾ ക്രൈസിസ് ഒക്കെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം കറൻസിയിൽ ഡിവാല്യൂ ചെയ്യാനായിട്ട് ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലൂടെ കൺട്രീസിന് സാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കറൻസികളുടെ എക്സ്ചേഞ്ച് റേറ്റിൽ സ്വന്തം രാഷ്ട്രങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇടപെടുകയും ആ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളുടെ ഫലമായിട്ട് എക്സ്ചേഞ്ച് റേറ്റിൽ കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ചധികം കാലത്തേക്ക് ഫിക്സഡ് ആക്കി നിലനിർത്തുകയും ചില കാലത്തേക്ക് എന്താണ് ഫ്ലോട്ടിംഗ് ആയിട്ട് കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നമുക്കറിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഒന്നൊരിക്കൽ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ കൂടുതലും ഇന്നത്തെ ഈ ഒരു വിപണിയിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റിൽ എന്ന് പറയുന്നത് എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നിലനിൽക്കുന്ന അവസ്ഥയിലും കറൻസിയിൽ എക്കണോമിയിൽ ക്രൈസിസ് ഉണ്ടാവാതെ ഡീവാലുവേഷനും അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂ ഈ ഓവർ വാല്യുവേഷൻ അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂവിൽ വർധനവുണ്ടാക്കിക്കൊണ്ടൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വരെ എത്തിയതിന് ഇത്രയും അധികം ചരിത്രം പറയാനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഈ ഒരു ഗോൾഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഈ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.